ഗ്രാമപഞ്ചായത്തിലെ മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്കിൽ കൂടി ഏകദേശം 600 ഏക്കറോളം അതിന് മുകളിലും വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശം മാടായിപ്പാറ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ പുതിയൊരു എപ്പിസോഡ് അതാ പുതിയൊരു വീഡിയോയിൽ ഉണ്ട്. ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ പുതിയൊരാൾ കൂടി ഉണ്ട്. ഇയാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ ചോട്ടു. ഇന്ന് പുതിയൊരാൾ കൂടി ഉണ്ട്, പേര് വിനയ്. നമ്മുടെ വേറൊരു ആൻറ്റിയുടെ മകനാണ് വിനയ്. ഹായ്. ചോട്ടു, എങ്ങനെയുണ്ടാ ഈ ഒരു വ്യൂ? ഇന്നത്തെ ആദ്യമായിട്ടില്ലേ വരുന്നത്? എങ്ങനെയുണ്ട് പിന്നെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടാ? ആദ്യമായിട്ടാ ഇങ്ങോട്ട് വരുന്നത്? കാലത്തെ സ്വന്തം നാട്ടിലായിട്ട് ഈ ഒരു വ്യൂ കണ്ടിട്ടില്ല പറഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആയി പോയേനെ. സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല. ഇനി രാവിലെ എത്തി, സത്യമായിട്ട് ഉറക്കൊഴിഞ്ഞ് വന്നാലെന്താ സെറ്റാക്കിയിട്ടുണ്ട്. രാവിലെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് മാടായിപ്പാറയിലേക്ക്. അതായിരുന്നു ഒറ്റ ലക്ഷ്യം ഉണ്ടായത്. ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ ആയിരുന്നു. രാവിലെ എത്തി, ഏകദേശം 5:45 എത്തി. സൂര്യോദയം ഇപ്പോൾ സമയം വന്നത് 6:30 ആകുമ്പോഴാണ് സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയത്. എങ്ങനെയുണ്ട് വിനയ് ഇന്നത്തെ വ്യൂ? എന്തുണ്ട്? ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എന്താ അടുത്ത് തന്നെയായിരുന്നു, ഒരു 10 മിനിറ്റ് വരേണ്ട ദൂരം ഉണ്ടായിട്ട് വീട്ടിൽ. പക്ഷെ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. സൂപ്പർ അല്ലേ കേട്ടോ? ആ ഒരു വ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു പോയേനെ. ഇത്രയും നാട്ടിൽ ഇത്രയും അടുത്തെന്ന് പറഞ്ഞിട്ട് നമുക്കത് വന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ മോശമായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നു. മുമ്പേ വരേണ്ടതാണ്. പക്ഷേ ഈ വ്ളോഗിൻ്റെ ഭാഗമായിട്ട് ഒരു ഷൂട്ട് ചെയ്യുക, വീഡിയോ എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു ഇങ്ങോട്ട് നമ്മൾ 3 പേരും കൂടി ഇറങ്ങിയത്. രാവിലെ വന്ന് ഒരുപാട് സമയം ഇവിടെ വെയിറ്റ് ചെയ്തു. ഏകദേശം 1.5 മണിക്കൂർ 3/4 മണിക്കൂറിനടുത്തായി നമ്മളിവിടെ എത്തിയിട്ട്. നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഒരുപാട് പ്രഭാത സവാരി ആൾക്കാർ ഒരുപാട് പേരുണ്ട് റോഡിൽ. നമ്മൾ റോഡിൽ നിന്ന് ഒരുപാട് ഉള്ളോട്ട് ഇറങ്ങിയില്ല, കുറച്ച് ഉള്ളോട്ട് കയറി. അധികം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, പോലീസുകാർ ഇതാക്കുമായിരുന്നു. കോവിഡിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ്, വേറെ ഇഷ്യൂസൊന്നുമില്ല. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വ്യൂ, നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ സൂര്യൻ ഏകദേശം ഉദിച്ചു, അതിൻ്റെ പൂർവ്വസ്ഥിതിയിലെത്തിയിട്ടുണ്ട്. ക്യാമറയിൽ ഇത്രേ കുടുങ്ങുള്ളൂ. അപ്പോൾ നമുക്കിനി നീങ്ങാം, അല്ല നമ്മൾ അടുത്ത സ്ഥലത്തേക്കൊന്ന് നീങ്ങാം.
കാലം തൊട്ട് നാവികർക്ക് വഴികാട്ടിയായിരുന്ന ഏഴിമല സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴ്ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന മാടായിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് കാലങ്ങളിൽ ഈ പ്രദേശം വെള്ളത്തിനടിയിലായിരുന്നു എന്നാണ് അറിയപ്പെടുന്നതും നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും അറിയാൻ കഴിയുന്നതും. പിന്നീട് ആ വെള്ളം ഇറങ്ങിപ്പോവുകയും അങ്ങനെ കരഭാഗം രൂപപ്പെടുകയും ചെയ്തു. ആ സമയം അങ്ങനെ രൂപപ്പെട്ട ഭാഗങ്ങളെ മാട് എന്നറിയപ്പെട്ടു. പിന്നീട് ആ മാട് എന്ന വാക്കിൽ നിന്നാണ് മാടായിപ്പാറ എന്നുണ്ടായതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കും അത്രേ അറിയുള്ളൂ. എൻ്റെ കൂടെ ഇപ്പോൾ 2 പേരുണ്ട്. വിനയ്ക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാടാ? നല്ല ഐഡിയ ഉണ്ടോ? ഒന്നുമില്ലല്ലോ, നമുക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഇതൊന്നുമില്ല. നമ്മളിത് വ്ളോഗ് ചെയ്യേണ്ട ഒരു ഇതുമായിട്ട് മാത്രമാണ് ഇവിടെ വന്നിട്ടുണ്ടായത്. ഇവിടെ വന്നു, ഓരോ ഭാഗങ്ങളെത്തി, കാക്കപ്പൂ കണ്ടു. കാക്കപ്പൂ ഒരുപാട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. ഐ തിങ്ക് ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. പിന്നെ ദേശാടന കിളികളായിക്കോട്ടെ, ഇവിടെ പറമ്പിൽ മേയാൻ വരുന്ന കന്നുകാലികളായിക്കോട്ടെ, ഏത് ജീവജാലങ്ങൾക്കായി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുളത്തിൽ വെള്ളം ഉണ്ടാകാറുണ്ട്. അതുപോലെ ഒരുപാട് ഔഷധ സസ്യങ്ങളും പിന്നെ ചിത്രശലഭങ്ങൾ, അങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത ഒരുപാട് സവിശേഷതകൾ മാടായിപ്പാറയിലുണ്ട്. ഒരുപാടൊന്നും ഞാനിപ്പോൾ ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിവരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇതല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ വന്നു വ്യൂ കാണുക എന്നുള്ളൊരു ഇത് മാത്രമായിരുന്നു. നല്ല ഒരു തന്നെയാണ്. വരുവാണെങ്കിൽ രാവിലത്തെ ഒരു സമയത്തിന് എത്തണം എന്നാണ് പറയാനുള്ളത്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുകയും വേണം. എങ്കിലല്ലേ നമുക്കിങ്ങനെ ഒരു പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെയിലേക്ക് വരുള്ളൂ. ഒരുപാട് ആൾക്കാരെത്തിയുള്ളൂ, അതാണ് ഈ വാഹനത്തിലായിട്ട്. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ഏഴിമല, നമ്മുടെ ഹനുമാൻ സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, അന്ന് ഇറങ്ങാണ്ട് സ്ഥലമില്ലേ, അന്ന് ഇറങ്ങാണ്ട് പോയത് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ വരാൻ അതിന് ശരിക്കും അങ്ങനെ വേറെ ഉണ്ടായിരുന്നോ? ബൈക്കിലേ വരും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് രാമന്തളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൻ്റെ അടുത്തൊരു പ്രദേശമാണ് രാമന്തളി. അവിടെ
ഒരു ഹനുമാൻ സ്റ്റാച്യു ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹനുമാൻ സ്റ്റാച്യു ഏകദേശം കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്റ്റാച്യു ആണ്. ഏഴിമലയുടെ ഏകദേശം ടോപ്പ് ഭാഗത്തായിട്ട് തന്നെയാണ് ആഞ്ജനേയഗിരി സ്ഥിതി ചെയ്യുന്നത്. 41 അടി ഉയരമുള്ള സ്വാമിയുടെ ശില്പമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു ഗാംഭീര്യത്തോടു കൂടിയുള്ള ആ ഒരു നിൽപ്പ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവനായിട്ട് കാണാം എന്നതാണ് ഒരു കേട്ടുകേൾവി ഉള്ളത്. ഈ രൂപത്തിൻ്റെ പിന്നിലൊരു സാങ്കല്പം എന്ന് പറയുന്നത്, അതായത് അറബിക്കടലിന് അടിക്കുന്ന കാറ്റിൻ്റെ എതിരെയാണ് നമ്മുടെ ഈ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിനെ സൂചിപ്പിക്കുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക്, അതായത് നമ്മുടെ ഹനുമാനെ അതിജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു ഐതിഹ്യം കൂടി ഇതിൻ്റെ ബാക്കിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മുഖത്തിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു പ്രശംസയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിനൊരു ശാന്തിയും സമാധാനമൊക്കെ കിട്ടും. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും മറ്റും വന്നുകൊണ്ടിരുന്നതായിരുന്നു. ഈ ഒരു കോവിഡിൻ്റെ പ്രശ്നമായാൽ പിന്നെ ഇങ്ങോട്ടേക്കുള്ള യാത്ര ആൾക്കാർ ഒരുപാട് കുറഞ്ഞു. നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 286 അടി ഉയരത്തിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 286 മീറ്റർ ഉയരം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കണക്ക് കൂട്ടാൻ പറ്റും എത്രത്തോളം അകലത്തിലാണ് അല്ലെങ്കിൽ എത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഏഴിമല എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. 7 മലകൾ പണ്ട് കാലത്തെ പുരാതന ഇതിലൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ടാവും. AC മല എന്നാണ് ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നത്. അതായത് മൃതസംഗീത വാണി ഗാർഡൻ എന്നാണ് വിളിപ്പേരുണ്ടായത്. പിന്നീട് അത് കാലക്രമേണ രൂപമാറ്റം സംഭവിച്ചാണ് ഏഴിമല എന്നുള്ള ഒരു പേരിലേക്ക് എത്തിയിട്ടുള്ളത് തന്നെ. ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നം വന്നേ പിന്നെ ഗേറ്റ് അടച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. പുറത്ത് വഴി ജസ്റ്റ് നടന്നിട്ട് കാണുന്നേ ഉള്ളൂ. ഇതിൻ്റെ സൈഡ് വഴി ഒരു എൻട്രി ഉണ്ട്, അവിടെ ഓപ്പൺ ആയിരിക്കും അത്. ബട്ട് ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ ഇത് പറഞ്ഞേ പിന്നെ അതിൻ്റെ പ്രോട്ടോകോൾ ലംഘിക്കുന്നത് മോശമല്ലേ. അപ്പോൾ പുറത്തുനിന്ന് ആ ഒരു നോക്കാമെന്ന് മാത്രം. ഇവിടുന്ന് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു എന്താ പറയുക, ആ ഒരു അതിൻ്റെ ആ ഒരു ലുക്കും ആ ഒരു എഫക്റ്റും. പിന്നെ ഇവിടെ ഹനുമാൻ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ തന്നെയാണ് അവിടെ രാവിലെ വൈകിട്ട് വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇതായ പിന്നെ അവിടെ വേറെ പൂജകളൊന്നും കാര്യമായിട്ടില്ല. ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന നേരം വിനയ് പറഞ്ഞത് അവൻ്റെ ഒരു ചങ്ങായിയുടെ വന്നിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് ഇവിടുന്ന് കുറച്ച് മേലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട്. ഒരു പാറേൻ്റെ മേലെ നോക്കി കയറി കഴിഞ്ഞാൽ അപ്പുറം കടലും കാര്യങ്ങളും കാണാൻ. വഴിയെല്ലാം കുറച്ച് റിസ്ക് വഴിയാണ്, അങ്ങനെ ഡെയിലി യൂസിലെ വഴിയൊന്നും അല്ലാന്ന് തോന്നുന്നേ. ഏതായാലും ഒരുത്തോളം വന്നില്ല, നമുക്കൊന്ന് പോയി നോക്കാം. അല്ല പാമ്പോ എഴുജന്തുക്കളെല്ലാം കാണുമോയെന്നറിയില്ല. ഏതായാലും ഒന്ന് നമുക്ക് നോക്കട്ടെ. പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഒരു വിഷമാവില്ലേ. അയ്യോ, കയറിയിട്ട് നോക്കാം, നമുക്ക് പോയി നോക്കട്ടെ. ഇങ്ങോട്ട് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ പോവും. ബാക്കോട്ട് പോകരുത് ക്യാമറ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഹനുമാൻ സ്വാമിയെ കണ്ടു. അവിടുന്ന് മടങ്ങാനിരിക്കുന്നപ്പോഴാണ് വിനയ് പറഞ്ഞത് നല്ലൊരു വ്യൂ ഉണ്ട്, പോയി നോക്കാമെന്ന്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കയറി നടന്നു വന്നു.
മോശമില്ല കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ്. ഇതിനിവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം. എന്നാലും ഇത്രയും നല്ലൊരു വ്യൂ, നല്ല എന്താ പറയുക, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കടലിൻ്റെ നല്ലൊരു ഭാഗം ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. പുരാതനങ്ങളിൽ പറയുന്നുണ്ട് ഏഴിമല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പ്രദേശം കടലായി ചുറ്റപ്പെട്ട് കിടക്കുന്നത്. കടലായി ചുറ്റപ്പെട്ട് കിടക്കുന്ന പറഞ്ഞാൽ അടുത്തല്ല എങ്കിലും ഈ ഒരു ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ നല്ലൊരു ഭാഗം തന്നെ. ഇടത് ഭാഗത്തായിക്കോട്ടെ വലത് സൈഡ് എവിടെ നോക്കിയാലും നമുക്ക് ഈ ഒരു കുന്നിൻ പ്രദേശത്ത് കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും കടൽ തന്നെയാണ്. അല്ല അടച്ചോട്ടും ചുറ്റോട് ചുറ്റും കടലിനെ കാണുന്നത്. എന്തുണ്ട് പിന്നെ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഫ്ലോപ്പ്? അപ്പോൾ ചുറ്റോട് ചുറ്റും കടൽ തന്നെയാണ്. നമ്മളിപ്പോൾ കയറി വരുന്ന വഴിക്ക് കണ്ടു, ഇവിടെ എത്തിയപ്പം കണ്ടു. അതിന് മുന്നേ നമ്മുടെ മാടായി പ്രദേശത്ത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുഴയും കടലും അവിടെ കാണുന്നുണ്ട്. പിന്നെ രാമതളിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു യൂ ടേൺ ഉണ്ട്. അവിടെ നിർത്തിയപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് കടൽ തന്നെയാണ്. അവിടെ കടലും പുഴയും സംഗമിക്കുന്ന ഭാഗമാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ എത്തി ഇവിടെ നിന്ന് നോക്കുമ്പോഴും നല്ലൊരു വ്യൂ. നിങ്ങൾക്ക് നോക്കിയാൽ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല എന്താ പറയുക, ഒന്ന് രണ്ട് ബോട്ടൊക്കെ ഉണ്ടാവും. ആണോ എന്നറിയില്ല. സൂം ചെയ്തിട്ട് കാര്യം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അതൊന്ന് സൂം ചെയ്ത് നോക്കാം. 2 ബോട്ടുണ്ട് അവിടെ കാണുന്നത്. അത്രയ്ക്ക് ചെറുതായിട്ട് കാണുന്നുള്ളൂ. നമ്മുടെ സാധാ ലോക്കൽ ക്യാമറയാണ്. നല്ല 5 സ്റ്റാറിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് വ്യൂ കിട്ടുമെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കൂടാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. നല്ലൊരു ലുക്ക് തന്നെ അല്ലടാ ചോട്ടു? നല്ലൊരു വ്യൂ ആണ്. നല്ല വ്യൂ. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് ശരിക്കും ഫീൽ ആവുന്നുണ്ട്. രാവിലെ തന്നെ വരണം. ഈ ഒരു ടൈം തന്നെ സൂര്യോദയം വരുന്ന ആ സമയത്ത് തന്നെ. ഉച്ചക്കെല്ലാം വെയിലായിട്ട്. രാവിലെ വീട്ടിൽ നിന്ന് വിട്ടതാണ്. ഏകദേശം 5:45 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാടായിപ്പാറയെത്തി നല്ലൊരു സൂര്യോദയം കണ്ടു. അവിടുന്ന് നേരെ രാമതളി ഭാഗത്തേക്ക് വന്നു. ഹനുമാൻ സ്റ്റാച്യു കണ്ടു. സൈക്കിൾ സവാരിയാണ് കേട്ടോ രാവിലത്തെ കുറച്ച് കുട്ടികൾ. പിന്നെ ഇന്ന് വേറെ പ്രോഗ്രാമൊന്നുമില്ല, നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് കാണാം വേറൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നമുക്ക്. ഓക്കെ, ബൈ.